നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിൽ ചിന്താ ജെറോം ഒരു പോസ്റ്റ് പങ്കുവച്ചത് മുകേഷിനെ കുടുക്കുന്ന ഒന്നാന്തരം ഒരു പോസ്റ്റായിപ്പോയി. ചിന്താ ജെറോം നൈസ കളിച്ചതാണെന്ന് ആർക്കും മനസ്സിലായില്ല എന്ന് കരുതരുത്. കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ കസേര തന്നിലേക്ക് വരുമോ എന്നുള്ള ചിന്തയിലാണ് ചിന്താ ജെറോം മുകേഷിനിട്ട് പണിഞ്ഞതെന്ന് തോന്നുന്നു. അതായത് ചിന്താ ജെറോം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ സുരേഷ് ഗോപിക്കെതിരെയും അവതാരകയെ ചർച്ചയിൽ അപമാനിച്ച ധർമ്മജനെതിരെയും പ്രതിഷേധിക്കുക എന്നാണ്. ഈ പോസ്റ്റിന് താഴെ വന്ന് വലിയ കമന്റുകളും ട്രോളുകളുമാണ് ചിന്തയ്ക്ക് നേരെയും സർക്കാരിന് നേരെയും ഉള്ളത്. ആദ്യം ആ മുകേഷ് MLA ഒന്ന് രാജിവെപ്പിച്ചിട്ട് അടുത്തവന്റെ കാര്യത്തിൽ പ്രതിഷേധിക്കൂ നട്ടലില്ലാത്തവരെ എന്നാണ് കമന്റ്. അതായത് ഈ ചർച്ച മുകേഷുമായി ബന്ധപ്പെട്ട വിവാദം ഒന്ന് ചവിട്ടി താഴ്ത്താൻ സർക്കാർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വീണ്ടും സമൂഹത്തിലേക്ക് വലിച്ചിട്ട് ചർച്ചയാക്കാൻ ചിന്താ ജെറോം കളി നടത്തുന്നത്. ചിന്താ ജെറോമിന് കൊല്ലത്ത് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയേ മതിയാകൂ. കാരണം അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ കാലം കഴിയുമ്പോൾ 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം ചിന്താ ജെറോമിന് അറിയാം. 1.25 കൊല്ലമേ ബാക്കിയുള്ളെങ്കിലും ആ അവസരത്തിൽ കയറി ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കുകയാണ് പുള്ളിക്കാരി. യുവജന കമ്മീഷൻ അധ്യക്ഷ കസേരയിൽ നിന്ന് ചിന്താ ജെറോമിനെ വലിച്ചു പുറത്തേക്കിടാൻ സർക്കാർ പയറ്റിയ ആയുധം കൊല്ലത്തൊരു കസേര തരാം എന്നുള്ളതായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കസേര കിട്ടുമെന്ന് കരുതിയതാണ്, പക്ഷെ അത് മുകേഷിന് കൊടുത്തു. ഇതുകൊണ്ട് തന്നെ മുകേഷിനോട് കട്ടക്കലിപ്പിലായിരുന്നു ചിന്താ ജെറോം. അതുകൊണ്ട് തന്നെയാണ് മുകേഷിന്റെ പ്രചാരണ പരിപാടികളിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിൽ ചിന്താ ജെറോം മുകേഷിനെ ട്രോളന്മാർക്ക് ഇട്ടുകൊടുത്ത പ്രചാരണമായിരുന്നു നടത്തിയത്. കൊല്ലത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൊല്ലത്ത് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണെന്നും ഏറ്റവും മികച്ച നടനാണ് മുകേഷ് എന്നൊക്കെയാണ് ചിന്താ ജെറോം വെച്ചലക്കിയത്. അതിനും ട്രോള് വന്നു. മികച്ച നടൻ ഇപ്പോൾ പാർലമെന്റിൽ പോയിട്ട് എന്ത് കാണിക്കാനാണെന്നുള്ള മറുപടി വന്നു. അങ്ങനെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ കുടുക്കുന്ന പ്രസ്താവനകൾ നടത്തിയ ആളാണ് ചിന്താ ജെറോം. ഇപ്പോൾ വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ചിന്താ ജെറോം മുകേഷിനിട്ട് പണിഞ്ഞിരിക്കുന്നത്. മുകേഷിനെ രാജിവെപ്പിക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ സർക്കാരിന് നേരെ ഉയർന്നിരിക്കുകയാണ്. എന്നാൽ മുകേഷിനെ രാജിവെപ്പിച്ചാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കൊള്ളാവുന്ന ഒരു നേതാവിനെയും കൊല്ലത്ത് നിർത്താനില്ല. അതുകൊണ്ട് 8 നിലയിൽ പൊട്ടുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് മുകേഷിനെ രാജിവെപ്പിക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സർക്കാർ. അതിനിടയിലാണ് ചിന്താ ജെറോം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് പിണറായി വിജയനെയും മുകേഷിനെയും കുടുക്കിയിരിക്കുന്നത്. എന്തായാലും ചിന്താ ജെറോം ഒന്ന് ഇട്ട് നോക്കുകയാണ്. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.